എവ്രിവൺ, വെൽക്കം ടു ക്രിഷ് ടോക്സ്. അപ്പോൾ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്തു വരുന്നത്. 4th സെമ്മിൻ്റെ കേട്ടോ. ബികോം BBAയുടെ EDPയുടെയും ബാങ്കിങ്ങിൻ്റെ ഒക്കെ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോസ്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളത് നോട്ട്സ് സഹിതം, ഇതേപോലെ സിമ്പിൾ നോട്ട്സ് ആയിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോസ് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ പുതിയ ബാങ്കിങ്ങിൻ്റെയും പുതിയ EDPയുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പുതിയതെന്ന് മെൻഷൻ ചെയ്യാൻ കാരണം നമ്മൾ മുന്നത്തെ വർഷങ്ങളിലൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ടെക്സ്റ്റ് ബുക്കൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ് വെച്ചിട്ട് നമ്മൾ പുതിയ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ലിങ്കിലുള്ള വീഡിയോസ് മാത്രം നിങ്ങൾ കണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ ആണെങ്കിലും മുന്നേ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, പക്ഷേ ഈ ഒരു തമ്പനയിലുള്ള വീഡിയോസ് കാണാം കേട്ടോ. ഇതാണ് പുതിയ വീഡിയോസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. നമുക്ക് ചാപ്റ്റർ 1 പോവാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ ടു കമ്പനീസ് ആക്ട് 2013 എന്നാണ് നമ്മുടെ ചാപ്റ്റർ 1ൻ്റെ പേര്. ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കമ്പനീസിനെ കുറിച്ച്, കമ്പനി ആക്ടിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനായിട്ടുള്ളത്. സോ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പോലെ നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഡിഫൈൻ കമ്പനീസ് ആക്ട് 2013 എന്നുള്ളത്. നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെല്ലാം തന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഡിഫൈൻ കമ്പനീസ് ആക്ട് 2013. The Companies Act 2013 is an act of the Parliament of India that regulates the incorporation, operation and management of companies in India. നമ്മുടെ ഇന്ത്യയിൽ ഉടനീളത്തിലുള്ള കമ്പനീസിനെ കോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വന്ന ഒരു ആക്റ്റാണ് കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം ഒരു ആക്ട് ഉണ്ടായിരുന്നു, അതിനുശേഷം അത് അമെൻമെന്റ്സ് വരുത്തി, ഭേദഗതികൾ വരുത്തിക്കൊണ്ട് പുതിയതായിട്ട് വന്ന ആക്റ്റാണ് കമ്പനീസ് ആക്ട് 2013. അത് വെച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് 1956 ഫസ്റ്റ് കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത്. ദെൻ 2013 പുതിയൊരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ 2013 കമ്പനി ബില്ല് പാസ്സാകുന്നു. പക്ഷെ അത് എസ്റ്റാബ്ലിഷ് ആകുന്നത് അല്ലെങ്കിൽ കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറയുന്നത് 2014 പക്ഷെ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2013 ബില്ല് പാസ്സായല്ലോ, ആ ഒരു വർഷമാണ് നമുക്ക് കമ്പനീസ് ആക്ട് 2013 എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. 2014 മുതലാണ് അത് പ്രാബല്യത്തിൽ വന്നു തുടങ്ങിയതൊക്കെ. ശരി, അപ്പോൾ നിങ്ങളെടുത്ത് ഡിഫൈൻ കമ്പനീസ് ആക്ട് എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നല്ലതായി കേട്ടോ. ഇനി അടുത്തത് ഡിഫൈൻ കമ്പനി, വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. A company is a legal entity that is formed to conduct business, commercial or industrial activities. ഒരു ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നോക്കി നടത്താനുള്ള ഒരു ലീഗൽ എൻറ്റിറ്റി ആണ് കമ്പനി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആണ്. ഇതിനൊരു ലീഗൽ എൻറ്റിറ്റി, നമ്മൾ പറയാറുണ്ട് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അതാണ് കമ്പനിയുടെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. കമ്പനിയും അതിൻ്റെ നടത്തിപ്പുകാരും തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ട്. Then it is known as shareholders or members. ഈ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് ആരാ? ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കാം, മെമ്പേഴ്സ് ആയിരിക്കാം. അവരെല്ലാവരും ഒരു കോമൺ ഗോളിന് വേണ്ടി പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുക, ഇത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു കോമൺ ഗോളിന് വേണ്ടി ഒരുമിച്ച് കൂടി പ്രവർത്തിക്കുകയാണ്. ഇവിടെ കമ്പനിയും ഇവരും തമ്മിൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ് ഉള്ളത് എന്നും മനസ്സിലാക്കുക. അപ്പോൾ ഡിഫൈൻ കമ്പനി എന്ന് ചോദിക്കുമ്പോൾ ഇത് എഴുതാം നിങ്ങൾക്ക്. അതിൻ്റെ കൂടെ കമ്പനീസ് ആക്ട് 2013 എന്ന് ചോദിക്കുമ്പോഴാണ് ആദ്യത്തെ എഴുതേണ്ടത് കേട്ടോ. ഇപ്പം നമ്മൾ പറഞ്ഞത് ഡിഫൈൻ കമ്പനിയാണ്, വ്യത്യാസമുണ്ട്. ഇനി അടുത്തത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013 ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. 1% കമ്പനി, അതായത് 2013 കമ്പനീസ് ആക്ട് പ്രകാരം പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ടേമാണ് 1% കമ്പനി എന്നുള്ളത്. ഇത് മാത്രമായിട്ട് നമ്മളോട് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം കേട്ടോ. പുതിയൊരു ടേമാണ്, 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് 1% കമ്പനി. അതായത് എലോസ് എ സിംഗിൾ പേഴ്സൺ ടു ഫോം എ കമ്പനി. നമ്മൾ പറയാറുണ്ടായിരുന്നു, ഒരു കമ്പനി തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ ആളായിട്ട് തുടങ്ങുന്ന കമ്പനികളെ നമ്മൾ പഠിച്ചിട്ടുള്ളത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നാണ്. ദെൻ 2ൽ കൂടുതൽ ആളുകളൊക്കെ ഇട്ട് തുടങ്ങുന്നത് പാർട്ട്ണർഷിപ്പ്, 2ഓ അതിലധികമോ ആണെങ്കിൽ അത് പാർട്ട്ണർഷിപ്പാണ്. പിന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഉണ്ട്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് പുതിയൊരു ടേമാണ് 1% കമ്പനി. ഒറ്റയ്ക്കൊരാളായിട്ട് തുടങ്ങുന്നതിന് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് പകരം 2013 ആക്ട് പ്രകാരം വന്നിരിക്കുന്ന ടേമാണ് 1% കമ്പനി. എലോസ് എ സിംഗിൾ പേഴ്സൺ ടു ഫോം എ company. 1% company has limited liability. Liability is limited ആണ്, is easy to manage and can have only one director and one shareholder. ഒരാളുള്ളതുകൊണ്ട് തന്നെ ഒരു ഡയറക്ടറും ഒരു ഷെയർ ഹോൾഡറൊക്കെ തന്നെ ഇതിലുണ്ടാവുള്ളൂ. അപ്പോൾ ഇത്തരം കമ്പനീസിനെയാണ് 1% കമ്പനി എന്ന് വിളിക്കുന്നത്. ദെൻ സെക്കൻഡ് ഫീച്ചറാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇതും നമ്മളോട് 2 മാർക്കിന് ചോദിക്കാറുള്ളതാണ്. ഇതിൻ്റെ ഒരു
ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. കമ്പനീസ് മസ്റ്റ് സ്പെൻഡ് എ സർട്ടൻ എമൗണ്ട് ഓഫ് മണി എവറി ഇയർ. For example, 2% of their average net profit on activities reflecting corporate social responsibility, such as social and environmental causes. അതായത് നമ്മളൊരു സമൂഹത്തിലാണ് നമ്മുടെ കമ്പനി നിലനിർത്തി കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സമൂഹത്തിനോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മുടെ പ്രോഫിറ്റിൻ്റെ ഏകദേശം ഒരു 2% നമ്മൾ സമൂഹത്തിന് വേണ്ടി മാറ്റിവെക്കണം. അതായത് എന്തെങ്കിലും പ്രോഗ്രാംസ് നടത്തിക്കാനോ, എന്തെങ്കിലും ഇപ്പോൾ സൗജന്യ നേത്ര ചികിത്സ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇപ്പോൾ മണപ്പുറങ്ങാരൊക്കെ ഇടയ്ക്ക് നടത്താറുണ്ട് മാക്കേറുകാർ സൗജന്യ നേത്ര ചികിത്സ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഫ്രീ ആയിട്ട് നമ്മുടെ സൊസൈറ്റിക്ക് ചെയ്തു കൊടുക്കുകയോ, എന്തെങ്കിലും പ്രോഗ്രാംസ് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസിലിറ്റീസ് ആ നാട്ടിൽ ഇപ്പോൾ ചില വീടുകളിൽ ഇലക്ട്രിസിറ്റി ഇല്ല, അപ്പോൾ ഇലക്ട്രിസിറ്റി എടുത്തു കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. കാരണം ആ സമൂഹത്തിലാണ് നമ്മുടെ കമ്പനി നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ആ സമൂഹത്തിനോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഒക്കെ ചെയ്താലേ നമുക്ക് അവിടെ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. എല്ലാവർക്കും നമ്മൾ അതൊരു ഇമേജും കൂടി ബിൽഡ് ചെയ്യും നമ്മുടെ കമ്പനിയുടെ കേട്ടോ. അടുത്തത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്നുള്ളതാണ്, NCLT. എ സിംഗിൾ ട്രിബ്യൂണൽ ഹാൻഡിൽ കമ്പനി ലോ കേസസ് റീപ്ലേസിങ് മൾട്ടിപ്പിൾ കോർട്ട്സ്. അതായത് കമ്പനികൾ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, വഴക്കുകൾ ഉണ്ടാവും, ഇല്ല കമ്പനിയുടെ ഉള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ പരിഹരിക്കാനുള്ള ഒരു ട്രിബ്യൂണൽ, ഒരു കമ്മീഷൻ പോലെയുള്ള ഒരു ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണിത് കേട്ടോ. അപ്പം അങ്ങനെ ഒരു ട്രിബ്യൂണലാണ്, ഇതൊരു ജുഡീഷ്യലാണ്, നിയമപരമായിട്ടുള്ളൊരു ട്രിബ്യൂണലാണ് കമ്പനി ലോ, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. അപ്പോൾ ഇവിടെ നമുക്ക് കേസുകൾ കാര്യങ്ങളൊക്കെ ഹാജരാക്കാനായിട്ട് സാധിക്കും. ദെൻ അടുത്തൊരു ഫീച്ചറാണ് ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സ്. ഇതും ഒരു പുതിയൊരു കോൺസെപ്റ്റാണ്. എ ന്യൂ കോൺസെപ്റ്റ് ഓൾസോ നോൺ ആസ് ക്ലാസ് ആക്ഷൻ സ്യൂട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ടു മേക്ക് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് other shareholders more informed, knowledgeable and conscious of their rights. അതായത് ഇത് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഷെയർ ഹോൾഡേഴ്സിനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയിക്കുക, അവരെ കുറച്ചും കൂടി നോളജബിൾ ആക്കുക, അവർക്കുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക. അതിനു വേണ്ടി വന്നിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ പുതിയ ടേംസ് ആയതുകൊണ്ട് തന്നെ നമ്മളോട് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ, 2 മാർക്ക്. അടുത്തത് ക്രോസ് ബോർഡർ മെർജർ allows Indian companies to merge with foreign companies. നമുക്ക് ഇന്ത്യൻ കമ്പനീസ് ഫോറിൻ കമ്പനീസുമായിട്ട് മേർജ് ചെയ്യാനുള്ള ഒരു ഫീച്ചറും കൂടി 2013 ആക്ട് പ്രകാരമുണ്ട്. ദെൻ പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ്, സ്ട്രിക്ട് ലോസ് ടു പ്രിവെൻറ്റ് ഇൻസൈഡർ ട്രേഡിംഗ് ആൻഡ് പ്രൊജക്ട് ഇൻവെസ്റ്റേഴ്സ്. നമ്മൾ ഇൻസൈഡുള്ള ഇന്ത്യയുടെ ഉള്ളിലുള്ള ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ വേറൊരാളും അറിയാതെ സീക്രട്ടായിട്ട് അതിൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങും നടത്തുക. കമ്പനിയുടെ ഷെയർസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റ് ത്രൂ ആണെന്നുള്ളത് അറിയാലോ. പക്ഷേ ഇത് ആ ഒരു കമ്പനിയുടെ, നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിലുള്ള ഒരു കമ്പനിയുടെ ഷെയർസ് കാര്യങ്ങളൊക്കെ മറ്റൊരാൾ അറിയാതെ സീക്രട്ടായിട്ട് നമ്മൾ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യുന്നതാണ് ഇൻസൈഡർ ട്രേഡിങ്. അത് തെറ്റാണ്, ഇല്ലീഗലാണ് അത് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതിവിടെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ആക്ട് പ്രകാരം. ദെൻ സ്ട്രിക്ട് റൂൾസ് ഫോർ ഓഡിറ്റേഴ്സിന് സ്ട്രിക്ട് റൂൾസ് ഉണ്ട്. കൃത്യമായിട്ട് ആക്യുറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് വേണം അവർ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ ഇയർ, ഏപ്രിൽ മാർച്ച് എന്നുള്ളൊരു ഫിനാൻഷ്യൽ ഇയർ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു 1% കമ്പനിയിൽ ഒരാളാണ്, പാർട്ട്ണർഷിപ്പ് 2 അതിലധികമോ ആണ്. അപ്പോൾ അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസിന് അവർക്ക് തീരുമാനിക്കാം. മിനിമം ആൻഡ് മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസ്. ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് അലൗഡ് ഇൻ എ പ്രൈവറ്റ് കമ്പനി ഈസ് 200 എന്നുള്ളതും കൂടി നോക്കാം കേട്ടോ. പ്രൈവറ്റ് കമ്പനീസിന് 200 ആണ് മാക്സിമം നമ്പർ പറയുന്നത്. അടുത്തത് പ്രൊവിഷൻ ഇൻ ആർട്ടിക്കിൾ ആണ്. അതായത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഒക്കെ പ്രകാരം തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. ഡയറക്ടേഴ്സിന് ഡ്യൂട്ടീസ് ഉണ്ട്. ദെൻ കോമ്പോസിഷൻ ഓഫ് ബോർഡ് മസ്റ്റ് ഹാവ് എ മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം, വൺ ഡയറക്ടർ ഉണ്ടായിരിക്കണം ഫ്രം ഇന്ത്യ. ദെൻ ലിസ്റ്റഡ് കമ്പനീസ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1/3 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ലിസ്റ്റഡ് കമ്പനീസ് ആണെങ്കിൽ 1/3 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പം ഇങ്ങനെയുള്ളവർ കൂടിയിട്ട് വേണം നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഒരു ടീമിനെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ബിൽഡ് ചെയ്യാൻ. അപ്പം ഇതിൽ കുറേ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ അടുത്തത്
നോട്ടീസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ബോർഡ് മീറ്റിംഗ്. മിനിമം 7 days നോട്ടീസ് ടു ബി ഗിവൺ ടു ഓൾ ഡയറക്ടേഴ്സ്. നമ്മൾ കമ്പനിയിൽ ഒരു ബോർഡ് ഓഫ് മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ 7 ദിവസം മുന്നേ തന്നെ നേരത്തെ പറഞ്ഞ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് നോട്ടീസൊക്കെ കൊടുത്തിട്ട് വേണം മീറ്റിംഗ് വിളിച്ചു കൂട്ടാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 2013 കമ്പനീസ് ആക്ടിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഇതിൽ പുതിയ പുതിയ ടേംസ് ഉണ്ട്, അത് മാത്രമായിട്ട് നമുക്ക് 2 മാർക്കിന് ചോദിക്കാം. മൊത്തമായിട്ട് ഫീച്ചേഴ്സ് എന്നുള്ള രീതിക്ക് ഷോർട്ട് എസ്സേക്കും ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ അടുത്ത ഒരു ഷോർട്ട് എസ്സേ ഏരിയ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കണം കേട്ടോ. ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി എന്നും ചോദിക്കാം, ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനീസ് ആക്ട് 2013 എന്നും ചോദിക്കാം. അപ്പോൾ അത് കൃത്യമായിട്ട് തെറ്റാതെ തന്നെ വായിച്ചു നോക്കി ചെയ്യാൻ ശ്രമിക്കുക. ഒരു കമ്പനിയുടെ ഫീച്ചർ നമ്മൾ +2 തൊട്ട് പഠിക്കുന്നതാണ് അല്ലേ. വോളണ്ടറി അസോസിയേഷൻ ആണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, ഒരു പെർപെച്വൽ സസഷൻ, അതായത് അവരുടെ ഒരു എക്സിസ്റ്റൻസ് കാണിക്കുന്നത് അല്ലേ, പെർപെച്വൽ സസഷൻ ഉണ്ട്, ലിമിറ്റഡ് ലൈബിലിറ്റി ആയിരിക്കും, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് നമുക്ക് ഈസിലി ട്രാൻസ്ഫർ ചെയ്യാം, ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ് കമ്പനി എന്ന് പറയുന്നത്. ദെൻ ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും, ലൈക്ക് സിഗ്നേച്ചർ, ഒഫീഷ്യൽ സിഗ്നേച്ചർ പോലെ ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും. ദെൻ കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്. ഒരു കമ്പനിയുടെ പേരിൽ നമുക്ക് കേസുകൾ ഫയൽ ചെയ്യാം, കമ്പനിക്ക് ശിക്ഷ കൊടുക്കുന്ന രീതിക്ക് കേസുകൾ വരാൻ സാധ്യതയുണ്ട്. ദെൻ അടുത്തത് ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ഒരു കമ്പനി നമ്മൾ വളർത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വേണം. ദെൻ ഒരു കമ്പനി വൈൻഡിങ് അപ്പ് സ്റ്റേജിലേക്കും എത്തും. ആ ഒരു കമ്പനിക്ക് മുന്നോട്ട് ഒരു യാത്രയില്ല എന്നുള്ള ഒരു രീതിയിൽ ലാസ്റ്റ് എൻഡ് ആവുന്ന രീതിയിൽ വൈൻഡിങ് അപ്പ് സ്റ്റേജും ഒരു കമ്പനിക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഒരു കമ്പനിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. നമ്മൾ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഈ ടേംസ് ഒക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാൽ മതി. ബാക്കി ഉള്ളിലത്തെ വേണമെങ്കിൽ നിങ്ങൾ എന്താ പറയുക നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് എഴുതിക്കോളൂ കേട്ടോ. ഇനി അടുത്തൊരു ഏരിയ ആണ് കൈൻഡ്സ് ഓഫ് കമ്പനീസ്, ടൈപ്സ് ഓഫ് കമ്പനീസ് എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു ഏരിയ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്പനീസ് നമ്മുടെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമ്മളോട് 1 by 1 ആയിട്ട് 2 മാർക്കിന് ചോദിക്കാം. ലൈക്ക് വാട്ട് ഈസ് ചാർട്ടേഡ് കമ്പനി, എക്സ്പ്ലെയിൻ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, അങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ടൈപ്സ് ഓഫ് കമ്പനി ബൈ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഹെഡിന് താഴെയുള്ള കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ചാർട്ടേഡ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, രജിസ്റ്റേർഡ് കമ്പനി, ഈ 3 വരുന്നത് കേട്ടോ. അപ്പോൾ ചാർട്ടേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോംഡ് ബൈ എ റോയൽ ചാർട്ടർ ഓർ സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെൻറ്റ്. ഒരു റോയൽ ചാർട്ടർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെൻറ്റിൻ്റെ കീഴെ വന്നിട്ടുള്ള കമ്പനീസാണ് ചാർട്ടേഡ് കമ്പനീസ്. ചാർട്ടേഡ് കമ്പനീസ് ആർ റെയർ. ഇത് റെയർ ആണ്, എല്ലാവരുടെയും കാണാൻ സാധിക്കില്ല കേട്ടോ. ദെൻ പ്രൊവൈഡ് എസെൻഷ്യൽ പബ്ലിക് സർവീസ്. ഇവർ എസെൻഷ്യൽ പബ്ലിക് സർവീസ് ഒക്കെ കൊടുത്തുകൊണ്ട് നിലനിന്ന് പോകുന്ന റെയർ കമ്പനീസ് ആണ്. റോയൽ ചാർട്ടറിൻ്റെയോ ഒരു സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെൻറ്റിൻ്റെയോ കീഴെ വന്നിട്ടുള്ള കമ്പനിയാണ് ചാർട്ടേഡ് കമ്പനി. ഫോർ എക്സാമ്പിൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഒക്കെ. ഇപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമുക്കറിയാം, അപ്പോൾ ഒരു സ്പെഷ്യൽ റോയൽ ചാർട്ടറിൻ്റെ കീഴിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം കമ്പനി ആ റെയറും ആണ് അല്ലേ. അപ്പോൾ അത്തരം കമ്പനീസിനെയാണ് ചാർട്ടേഡ് കമ്പനീസ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തൊരു കമ്പനിയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. ഇത് ഫോംഡ് അണ്ടർ എ സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ് ഓർ സ്റ്റാറ്റ്യൂട്ട്. ഒരു സ്പെഷ്യൽ പാർലമെന്റിന്റെ കീഴെ വന്നിട്ടുള്ളതാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. ആർ ഓഫൺ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ പബ്ലിക് യൂട്ടിലിറ്റീസ്. ഇപ്പം നമ്മുടെ RBI ഒക്കെ സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയാണ് കേട്ടോ. RBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇതൊക്കെ ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയാണ്. ഒരു പാർലമെൻറ്റ് ആക്ടിന് കീഴെ വന്നിട്ടുള്ള കമ്പനീസ് ആയിരിക്കും. ഇതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരു പബ്ലിക് യൂട്ടിലിറ്റിക്ക് ആയിരിക്കും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. എക്സാമ്പിൾ RBI. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഓരോ എക്സാമ്പിൾ വെച്ച് പഠിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചാർട്ടേഡ് കമ്പനി പറഞ്ഞു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ളത്. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എക്സാമ്പിളായിട്ട് പഠിച്ചു വയ്ക്കാം. ഇനി മൂന്നാമത്തേതാണ് രജിസ്റ്റേർഡ് കമ്പനീസ്. ഫോംഡ് ബൈ രജിസ്റ്ററിങ് അണ്ടർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് 2013 രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസിനെയാണ് രജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് വിളിക്കുന്നത്. രജിസ്റ്റേർഡ് കമ്പനീസ് ആർ ദി മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് കമ്പനീസ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ടൈപ്പാണ് രജിസ്റ്റേർഡ് കമ്പനീസ്. നേരത്തെ നമ്മൾ റെയർ കമ്പനി എന്ന് പറഞ്ഞിരുന്നു. റെയർ ആയിട്ട് കാണുന്നത് ഏതായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതായത് ചാർട്ടേഡ് കമ്പനി ആയിരുന്നു. ദെൻ അടുത്തത്, അപ്പോൾ ഈ എന്താ പറയുക, എപ്പോഴും എല്ലാവരും കോമൺ ആയിട്ട് കമ്പനി ഫോം ചെയ്യുന്നത് കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ്. അതിൽ രജിസ്റ്റർ ചെയ്ത കമ്പനീസ് ആണ്. സോ അതിനെ വിളിക്കുന്ന പേര് രജിസ്റ്റേർഡ് കമ്പനീസ്. സോ ഇതാണ് 3 നമ്മുടെ ഇൻകോർപ്പറേഷൻ്റെ കീഴിലുള്ള 3: ചാർട്ടേഡ്, സ്റ്റാറ്റ്യൂട്ടറി, രജിസ്റ്റേർഡ്.
ഇനി അടുത്തത് ലൈബിലിറ്റീൻ്റെ കീഴിൽ വരുന്നത് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, ദെൻ അൺലിമിറ്റഡ് കമ്പനീസ്. ഈ മൂന്നെണ്ണമാണ് കേട്ടോ. ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദി എമൗണ്ട് അൺപെയ്ഡ് ഓൺ ദെയർ ഷെയർസ്. അവർ എത്രയാണോ ഷെയർ നമ്മുടെ കമ്പനിയുടെ വാങ്ങിച്ചിരിക്കുന്നത് അതിൽ അവർ ലൈബിലിറ്റി ഉണ്ടായിരിക്കും. അതിന് പുറമേയുള്ള ഒരു ലൈബിലിറ്റി ഒന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല. ഇപ്പം എനിക്കൊരു കമ്പനിയിൽ നിന്ന് 50 ഷെയർ ഉണ്ടെങ്കിൽ ആ 50 ഷെയറിൻ്റെ ഒരു ബാധ്യത എനിക്ക് ഉണ്ടായിരിക്കും, ബാക്കി അതിന് പുറമേയുള്ള ബാധ്യത ഒന്നും ഉണ്ടാവില്ല. അപ്പം അത്തരം കമ്പനീസ് ആണ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത്. സോ മെമ്പേഴ്സ് പേഴ്സണൽ അസറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് ഇൻ ദ കേസ് ഓഫ് കമ്പനീസ് ഡെപ്റ്റ്. ഇപ്പം ഞാനൊരു ഷെയർ വാങ്ങിച്ചു എന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ, ഞാനിപ്പോൾ ഷെയർ ഹോൾഡർ ആയല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ എൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടി വരെ സെല്ല് ചെയ്തിട്ട് കടം വീട്ടേണ്ട ഒരു സിറ്റുവേഷനൊന്നും എനിക്കിവിടെ ഇല്ല. എൻ്റെ പേഴ്സണൽ അസറ്റ്സ് എല്ലാം തന്നെ ഇവിടെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഞാൻ അത്രയും അകമഴിഞ്ഞ് ഇതിലേക്ക് വേണ്ടി ചെലവഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് ലിമിറ്റഡ് ലൈബിലിറ്റി. അത്രയും ലൈബിലിറ്റി ഇല്ല, ലിമിറ്റഡ് ആണ്. സോ ഇതാണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് കമ്പനി എന്ന് പറയുന്നത്. ഇനി കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഇസ് ലിമിറ്റഡ് ടു ദ എമൗണ്ട് ദേ ഗ്യാരണ്ടി ടു പേ. നമ്മൾ ഓൾറെഡി മെമ്പേഴ്സ് ഇത്രയും ഗ്യാരണ്ടി ചെയ്യാം, ഞാൻ പേ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത്തരം കമ്പനീസാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. മെമ്പേഴ്സ് ഗ്യാരണ്ടി ടു പേ സ്പെസിഫിക് എമൗണ്ട് ഇൻ ദ കേസ് ഓഫ് കമ്പനി ഡെപ്റ്റ്. കമ്പനിക്ക് എന്തെങ്കിലും ബാധ്യത വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത്ര എമൗണ്ട് ഞാൻ പേ ചെയ്യാം എന്ന് ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത്തരം കമ്പനീസാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ദെൻ ഇതൊക്കെ ചാരിറ്റിയും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനൊക്കെ ആയിരിക്കും മിക്കവാറും ഇത്തരം കമ്പനീസ് കേട്ടോ. ഇനി അൺലിമിറ്റഡ് കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഈസ് അൺലിമിറ്റഡ്. ഇവിടെ നമ്മുടെ മെമ്പേഴ്സിൻ്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. അതായത് കമ്പനിക്ക് എന്തെങ്കിലും കടബാധ്യത വന്നു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണലായിട്ടുള്ള പ്രോപ്പർട്ടീസ് എല്ലാം വിറ്റ് പറക്കിയിട്ടായാലും ആ കടം വീട്ടണം. അത്രയും നമുക്ക് ലൈബിലിറ്റി ഉണ്ട്. അൺലിമിറ്റഡ് ലൈബിലിറ്റിയാണ് നമുക്കുള്ളത്. അതാണ് അൺലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. സോ റിസ്കിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മെമ്പേഴ്സ് പേഴ്സണൽ അസറ്റ് ആർ അറ്റ് റിസ്ക് ഇൻ ദ കേസ് ഓഫ് കമ്പനീസ് ഡെപ്റ്റ്. കമ്പനിക്ക് ഒരു ബാധ്യത വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടും പറമ്പും വിറ്റിട്ടാണെങ്കിലും ആ കടം വീട്ടണം എന്ന്. അതാണ് അൺലിമിറ്റഡ്. നമ്മുടെ ഇവിടുത്തെ ലൈബിലിറ്റി എന്താണ്? അൺലിമിറ്റഡ് ആണ്. ഇനി അപ്പോൾ ഇത് 3 എണ്ണമാണ് ലൈബിലിറ്റീൻ്റെ കേസിൽ വന്നത്. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്, നമ്മൾ എത്രയാണോ ഷെയർസ് അതിനുള്ളൊരു ബാധ്യതയെ നമുക്കുള്ളൂ. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അത് ഞാൻ ഇത്ര ഇത് അടച്ചോളാം, എന്തെങ്കിലും ബാധ്യത വന്നാൽ ഞാൻ ഇത്ര എമൗണ്ട് തരാം എന്ന് ഗ്യാരണ്ടി നിന്നിട്ടുണ്ടായിരിക്കും. ദെൻ അങ്ങനെയൊന്നുമില്ല, എന്തൊക്കെ കടം വന്നാലും വീടും പറമ്പും വിറ്റിട്ടാണെങ്കിലും അത് വീട്ടണം. അൺലിമിറ്റഡ് ആണ് ഇവിടെ നമ്മുടെ ലൈബിലിറ്റി. സോ അത്തരം കമ്പനീസാണ് അൺലിമിറ്റഡ് കമ്പനീസ്. സോ ഇത് 3 എണ്ണമാണ് വരുന്നത് കേട്ടോ ടൈപ്സ് ഓഫ് ലൈബിലിറ്റീൻ്റെ കേസിൽ. ഇനി ഓൺ ദി ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്, ഒരു കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈവറ്റ് കമ്പനി ഉണ്ട്, നമുക്ക് പബ്ലിക് കമ്പനി ഉണ്ട്. പ്രൈവറ്റ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 2 പേരും മാക്സിമം 200 പേരുമാണ്. 200 എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 7 പേരും മാക്സിമം അങ്ങനെ ലിമിറ്റൊന്നും ഇല്ല, എത്ര പേർക്ക് വേണമെങ്കിലും ആവാം. ഇനി ഇവർ 2 പേരെയും നമുക്ക് ഷോർട്ടസ്സേക്ക് ചോദിക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി എന്ന് ചോദിക്കാം കേട്ടോ. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് നമ്പർ ഓഫ് മെമ്പേഴ്സേ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു ഡിസ്ക്ലോസ് ഇറ്റ്സ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ദ പബ്ലിക്. പബ്ലിക്കിന് എല്ലാ ഇൻഫർമേഷനും തുറന്ന് കാണിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ദെൻ പ്രൈവറ്റ് കമ്പനീസ് ആർ ടിപ്പിക്കലി ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും അത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ അവരുടെ ഡാറ്റയും അവരുടെ എൻട്രീസ് ഒക്കെ കുറച്ച് സീക്രട്ട് ആയിരിക്കും, പ്രൈവറ്റ് ആയിരിക്കും. പബ്ലിക്കിന് തുറന്ന് കാണിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. പബ്ലിക് എന്ന് വെച്ചൊരു ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരണതല്ലേ. അപ്പോൾ ഇതിൽ തന്നെ ലാർജ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. കാരണം ഇതിൽ ലിമിറ്റ് ഇല്ല, എത്ര പേർക്ക് വേണമെങ്കിൽ ആഡ് ആവാം. ഇവരുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ പബ്ലിക്കിനെ കാട്ടേണ്ടി വരും. കാരണം ഒരു ഗവൺമെൻറ് കമ്പനിയാണ്, അതുകൊണ്ട് തന്നെ പബ്ലിക് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടി വരും. ദെൻ ഇവിടെ ഗ്രേറ്റർ ലിക്വിഡിറ്റി ആൻഡ് ആക്സസ് ടു ക്യാപിറ്റൽ ഫോർ ദി കമ്പനി. കമ്പനിക്ക് ഒരു വലിയ തോതിലുള്ള ഒരു ക്യാപിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ് ആയിരിക്കും ഇതിൻ്റെ അണ്ടറിൽ വരിക. അപ്പോൾ അതാണ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം നമ്മളോട് ഷോർട്ടസ്സേക്ക് ചോദിക്കാം. കുറച്ചും കൂടി പോയിന്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് എഴുതാം കേട്ടോ. അടുത്തൊരു കാറ്റഗറിയിൽ വന്നിരിക്കുന്നതാണ് 1 person കമ്പനി. ഇത് നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ കീഴിൽ തന്നെയാണ്. പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, 1 person കമ്പനി. 1 person കമ്പനി നമ്മൾ നേരത്തെ പറഞ്ഞു, അവിടെ എത്ര മെമ്പറേ ഉണ്ടാവുള്ളൂ? പേര് പോലെ തന്നെ ഓൺലി 1 person, ഒറ്റ
ഒറ്റൊരാളെ അവിടെ ഉണ്ടാവുള്ളൂ. 2013 കമ്പനീസ് ആക്ട് പ്രകാരം വന്നിട്ടുള്ള പുതിയതാണിത്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ലയബിലിറ്റീസ് കാര്യങ്ങളൊക്കെ തന്നെ ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, അതാണ് അതിൽ പറയുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ പ്രിവിലേജ്, 1% കമ്പനിയുടെ പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലിഫൈഡ് കംപ്ലയൻസ് ആണ്, ലിമിറ്റഡ് ലൈബിലിറ്റി ഉള്ളൂ, ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടും, ഈസി ടു മാനേജ് ആണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞാൽ മിനിമം ക്യാപിറ്റൽ 1 ലക്ഷമെങ്കിലും വേണം ഇവർക്ക് തുടങ്ങാൻ, സിംഗിൾ മെമ്പർഷിപ്പ് മതി. റെസ്ട്രിക്ഷൻസ് ഓൺ ഷെയർ ട്രാൻസ്ഫറിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നോമിനി വളരെ നിർബന്ധമാണ്. ദെൻ കൺവേർഷൻ റിക്വയർഡ് ഇഫ് ക്യാപിറ്റൽ എക്സീഡ് 50 lakhs ഓർ ടേൺ ഓവർ എക്സീഡ് 2 crore. കൺവേർഷൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. കൺവേർട്ട് ചെയ്യണം, നമുക്ക് 50 ലക്ഷം അതിൽ കൂടുതലോ ടേൺ ഓവർ ഉണ്ടെങ്കിൽ നമ്മളത് കൺവേർഷനും ഇവിടെ റിക്വയർ ചെയ്യുന്നുണ്ട്. ദെൻ റെസ്ട്രിക്ഷൻസ് ഓൺ സർട്ടൻ ബിസിനസ്, ചില ബിസിനസ്സുകളിൽ റെസ്ട്രിക്ഷനും ഉണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ബെനിഫിറ്റ്സും കുറച്ച് റെസ്ട്രിക്ഷൻസും കൂടി നിങ്ങൾ പഠിച്ചു വയ്ക്കുക 1% കമ്പനീനെ കുറിച്ച് ചോദിച്ച് എഴുതാനായിട്ട്. ഇനി കഴിഞ്ഞിട്ടില്ല നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പിൻ്റെ ബേസിൽ ഗവൺമെൻറ് കമ്പനീസ് ഉണ്ട്, നോൺ ഗവൺമെൻറ് കമ്പനീസ് ഉണ്ട്. നമ്മൾ അറിയാമല്ലേ, നമുക്ക് ഗവൺമെൻറ് കമ്പനീസ് എന്ന് വെച്ചാൽ ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓർ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. നോൺ ഗവൺമെൻറ് കമ്പനീസ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽസ് ആയിരിക്കും അത് നടത്തുന്നുണ്ടായിരിക്കുക. ഇനി കൺട്രോളിൻ്റെ ബേസിൽ ഹോൾഡിംഗ് കമ്പനി ഉണ്ട്, സബ്സിഡിയറി കമ്പനി ഉണ്ട്. ഹോൾഡിംഗ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ കമ്പനി ദാറ്റ് കൺട്രോൾ 1 or more സബ്സിഡിയറി കമ്പനീസ് ബൈ ഓണിങ് എ മെജോറിറ്റി ഓഫ് ദെയർ ഷെയർസ്. അതായത് ഒരു ഇതിൻ്റെ മെജോറിറ്റി ഓഫ് ഷെയർസും ഹോൾഡ് ചെയ്തിട്ടുള്ള കമ്പനീസാണ് ഹോൾഡിംഗ് കമ്പനി. അതായത് ഒരു സബ്സിഡിയറി കമ്പനിയുടെ ചെറിയൊരു കമ്പനിയുടെ മെജോറിറ്റി ഓഫ് ഷെയറും അവർ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവരെ പാരന്റ് കമ്പനി എന്നും കൂടി വിളിക്കാറുണ്ട്. സബ്സിഡിയറി കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മെജോറിറ്റി ഓഫ് ഷെയർസ് വേറൊരു ഹോൾഡിംഗ് കമ്പനിയുടെ പാരന്റ് കമ്പനിയുടെ കീഴിലായിരിക്കും. അത്തരം കമ്പനീസാണ് സബ്സിഡിയറി കമ്പനി. ഞാനൊരു സിമ്പിളായിട്ടൊന്നും കൂടി പറഞ്ഞുതരാം. അതായത് വലിയൊരു കമ്പനി, ഇതിനെയാണ് നമ്മൾ ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ പാരന്റ് കമ്പനി എന്നൊക്കെ വിളിക്കുക. ഓക്കെ, ഇനി വേറൊരു കമ്പനി ഉണ്ട്, ചെറിയൊരു കമ്പനി ഉണ്ട്, ഇതാണ് സബ്സിഡിയറി കമ്പനി കേട്ടോ. അപ്പോൾ ഈ സബ്സിഡിയറി കമ്പനിയിൽ 50 ഷെയർസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 50 ഷെയർസിൽ 46 ഷെയർസ് നമ്മുടെ ഹോൾഡിംഗ് കമ്പനി വാങ്ങിച്ചു. അപ്പം അങ്ങനെ വേറൊരു ചെറിയൊരു കമ്പനിയുടെ ഒരു ഭൂരിഭാഗം ഷെയർസ് വാങ്ങിച്ചെടുത്ത കമ്പനീനെ വിളിക്കുന്ന പേരാണ് ഹോൾഡിംഗ് കമ്പനി. സബ്സിഡിയറി കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ അണ്ടറിൽ തൻ്റെ ഭൂരിഭാഗം ഷെയർസും ഒരു ഹോൾഡിംഗ് കമ്പനിക്ക് വിട്ടുകൊടുത്തിട്ടുള്ള കമ്പനീസാണ് സബ്സിഡിയറി കമ്പനി. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് ഓൺ ദി ബേസ് ഓഫ് നാഷണാലിറ്റി. നാഷണാലിറ്റീൻ്റെ ബേസിൽ നാഷണൽ കമ്പനീസ് ഉണ്ട്, ഫോറിൻ കമ്പനീസ് ഉണ്ട്. നാഷണൽ കമ്പനീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഇൻ ഇന്ത്യയുടെ ബേസിലാണ് അത് പ്രവർത്തിക്കുക. ഔട്ട്സൈഡ് ഇന്ത്യ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ഫോറിൻ കമ്പനീസ്. ഇനി ചെറിയൊരു പാർട്ടും കൂടി ഉള്ളൂ, നമുക്കത് ഈ ഒരു വീഡിയോയിൽ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അതർ ഫോംസ് ഓഫ് കമ്പനി എന്ന് പറഞ്ഞാൽ സ്മോൾ കമ്പനി ഉണ്ട്. എ സ്മോൾ കമ്പനി ഈസ് എ പ്രൈവറ്റ് കമ്പനി വിത്ത് എ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ അപ് ടു 50 lakh, 50 ലക്ഷം രൂപ വരെയുള്ള പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലുള്ള കമ്പനീസിനെയാണ് സ്മോൾ കമ്പനി. ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. ഇതിനെയാണ് നമ്മൾ സ്മോൾ കമ്പനി എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ നമ്മളോട് 2 മാർക്കിന് ചോദിക്കുക കേട്ടോ. ദെൻ നിങ്ങളോട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനി ചോദിക്കുന്ന സമയത്ത് ഇത്രയും ഓൺ ദി ബേസ് ഓഫ് നാഷണാലിറ്റി വരെ മസ്റ്റായിട്ടും നിങ്ങൾ എഴുതണം. ദെൻ അത് കഴിഞ്ഞിട്ട് അതർ ഫോംസ് എന്ന് പറഞ്ഞ് ഇത് എഴുതിയാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ 2 മാർക്കിന് ഓരോന്നൊക്കെ ആയിട്ടും ഇത് ചോദിക്കുന്നുണ്ടായിരിക്കാം. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ്, ഡിഫെക്റ്റ് കമ്പനി, ഡോർമെൻറ്റ് കമ്പനി. ഡിഫെക്റ്റ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് വൺ ദാറ്റ് ഹാസ് നോട്ട് ക്യാരിഡ് ഔട്ട് എനി ബിസിനസ് ഓർ ഓപ്പറേഷൻസ് ഫോർ 2 consecutive financial years. 2 വർഷമായിട്ട് യാതൊരു തരത്തിലുള്ള ബിസിനസ്സും റൺ ചെയ്യാത്ത കമ്പനീസാണ് ഡിഫെക്റ്റ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഡോർമെന്റ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനാക്റ്റീവ് കമ്പനി ദാറ്റ് ഈസ് നോട്ട് ക്യാരിങ് ഔട്ട് ഓഫ് എനി ബിസിനസ് ഓർ ഓപ്പറേഷൻസ്. നമ്മൾ ഡിഫെക്റ്റ് കമ്പനി 2 വർഷമായിട്ട് ബിസിനസ് ഒന്നും ചെയ്യാത്തതാണ്. ഡോർമെന്റ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നേ ഇല്ല, പ്രവർത്തിക്കുന്നേ ഇല്ല. അത്തരം കമ്പനീസാണ് ഡോർമെന്റ് കമ്പനി. Then listed company ഉണ്ട്. A listed company is one that has its securities listed on recognized stock exchange. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ തൻ്റെ കമ്പനിയുടെ പേര് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസാണ് ലിസ്റ്റഡ് കമ്പനി. Then associate company is a company in which another company has significant influence or another. മറ്റൊരു കമ്പനിയുടെ മേല് കൺട്രോൾ ഉള്ള കമ്പനീസാണ് അസോസിയേറ്റ് കമ്പനി. അങ്ങനെ പ്രവർത്തിക്കുന്നതാണ് അസോസിയേറ്റ് കമ്പനി. Then producer company is a company engaged in the production of primary products.
പ്രൈമറി പ്രൊഡ്യൂസ് സച്ച് ആസ് അഗ്രികൾച്ചർ, ഫ്ലോറികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, അങ്ങനെയുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പനിയാണ് പ്രൊഡ്യൂസർ കമ്പനി. ദെൻ നിധി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കമ്പനി. സേവിങ്സ് മെൻറ്റാലിറ്റി ആൾക്കാരിൽ ഉണ്ടാക്കാം, മ്യൂച്വൽ ബെനിഫിറ്റ്, അതായത് സേവിങ്സിന് വേണ്ടി ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ ആൾക്കാർ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന രീതിക്ക് സേവിങ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് നിധി കമ്പനി. ദെൻ അടുത്തത് അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ്, പ്രോഫിറ്റിന് വേണ്ടി അല്ലാതെ ചാരിറ്റബിൾ, എഡ്യൂക്കേഷൻ, വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് പല തരത്തിലുള്ള കമ്പനീസ് കേട്ടോ. ഈ 8 എണ്ണം അതർ ഫോംസ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ദെൻ അതിന് മുന്നേ മെയിൻ ക്ലാസിഫിക്കേഷൻ, ഇത്രയും നമ്മൾ മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനി നമ്മൾ പറയുന്നുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേക്ക് ചോദിക്കാം, ഷോർട്ട് എസ്സേക്ക് ചോദിക്കാം, ഇതിൽ ഓരോന്നും നമ്മളോട് 2 മാർക്കിന് ചോദിക്കാം. വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു പോർഷൻ പറയാനുള്ളതേ ലിഫ്റ്റിംഗ് ഓഫ് ദി കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. കോർപ്പറേറ്റ് വെയിലും ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിലും. കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ സെപ്പറേഷൻ ബിറ്റ്വീൻ എ കമ്പനി ആൻഡ് ഇറ്റ്സ് ഓണേഴ്സ്. അതായത് കമ്പനിയും ഓണേഴ്സും തമ്മിൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിനെയാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പനിയും അത് നടത്തുന്ന ആളുകളും തമ്മിൽ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് വെയിൽ. ദിസ് റെക്കഗ്നീഷൻ ഓഫ് ദി കമ്പനി ആസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി മേക്സ് ഇറ്റ് ലൈബിൾ ഫോർ ഇറ്റ്സ് ഓൺ ആക്ട്സ് ആൻഡ് ലൈബിലിറ്റീസ്. അതായത് കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന ആൾ എന്തെങ്കിലും ബാധ്യതകൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ആൾ തന്നെ തീർക്കുക. കമ്പനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകില്ല. ദെൻ the corporate will protect the personal assets of the owners from the company's debt. അത് മാത്രമല്ല, കമ്പനിയുടെ എന്തെങ്കിലും ഡെപ്റ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് കമ്പനിയുടെ പേരിൽ തീർക്കുക, ആളുടെ പേഴ്സണൽ അസറ്റ് വെച്ച് തീർക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ ഒരു പ്രൊട്ടക്ഷനും കൂടിയാണ് കോർപ്പറേറ്റ് വെയില് നൽകുന്നത്. ഇത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നതിൻ്റെ വേറൊരു ടേം ഒന്നേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മളോട് 2 മാർക്കിനും ഷോർട്ട് എസ്സേക്കും ഒക്കെ ചോദിക്കാം കേട്ടോ. ഷോർട്ട് എസ്സേ ചോദിക്കുമ്പോൾ നമ്മൾ ഈ ലിഫ്റ്റിങ്ങും കൂടി എഴുതേണ്ടി വരും. ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്കിപ്പോൾ ഒരു കേസോ കാര്യങ്ങളോ വന്നാൽ കമ്പനി വേറെ ഞാൻ വേറെ, എന്നത് ബാധിക്കില്ല, കമ്പനിയുടെ പേര് കേസ് എടുത്തോ എന്ന് നമുക്ക് ഓണർക്ക് എപ്പോഴും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്ന സാധനങ്ങൾ എടുത്ത് കളയും. ഇപ്പം എന്തായി, ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഒന്നായില്ലേ എന്ന് ചോദിക്കും കോടതി. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ കോർപ്പറേറ്റ് വെയിൽ ക്യാൻ ബി ലിഫ്റ്റഡ് ഇൻ സർട്ടൻ സിറ്റുവേഷൻ വേർ ദ കോർട്ട് ഇഗ്നോർസ് ദ കോർപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഓഫ് ദ കമ്പനി. കമ്പനിയുടെ കോർപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എടുത്ത് കളയും. അപ്പോൾ അത് ഏതൊക്കെ സാഹചര്യത്തിലാണ്? പ്രൊട്ടക്ടിങ് റവന്യൂ. ദ കോർട്ട് മേ ഡിസ്റിഗാർഡ് ദ കോർപ്പറേറ്റ് എൻറ്റിറ്റി ഇഫ് ഇറ്റ്സ് യൂസ്ഡ് ഫോർ ടാക്സ് ഇവേഷൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ റവന്യൂ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള രീതിക്ക് ഈ ഒരു കാര്യം എടുത്ത് കളയാറുണ്ട്. ദെൻ പ്രിവെൻറ്റിങ് ഫ്രോഡ് കാര്യങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ, എന്തെങ്കിലും ഫ്രോഡുലന്റ് പർപ്പസ് ഒക്കെ ചെയ്തു എന്ന് കാണുവാണെങ്കിൽ ഈ ഒരു ടേം എടുത്ത് കളയും, കോർപ്പറേറ്റ് വെയിൽ എന്നുള്ള ടേം എടുത്ത് കളയും. ദെൻ ഡിറ്റർമൈൻ എനിമി ക്യാരക്ടർ. അതായത് നമ്മുടെ ഇന്ത്യയുടെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇന്ത്യയുടെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്, അതിന് വിപരീതമായിട്ട് ആ കമ്പനി പ്രവർത്തിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് വെയിൽ എടുത്ത് കളയും. ദെൻ അവോയ്ഡിങ് ലീഗൽ ഒബ്ലിഗേഷൻ, നമ്മുടെ കമ്പനിയുടെ ലീഗൽ ഒബ്ലിഗേഷനൊക്കെ അവർ പാലിച്ചില്ലെങ്കിൽ ഇതെടുത്ത് കളയും. ദെൻ ആക്ടിങ് ആസ് ഏജന്റ് ഓർ ട്രസ്റ്റി വെൻ എ കമ്പനി ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. അതായത് കമ്പനി ഒരിക്കലും അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് പകരമായി നിന്ന് ഒരു ഏജൻ്റായിട്ടോ ട്രസ്റ്റി ആയിട്ടോ പ്രവർത്തിക്കാൻ പാടില്ല. ദെൻ പ്രൊട്ടക്റ്റിംഗ് പബ്ലിക് പോളിസി പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ എടുത്ത് കളയും. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിലാണ് കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്ത് കളയുക, അതായത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്ന ടേം എടുത്ത് കളയുന്നത്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി നല്ലതാണ്, അതായത് ഈ കോർപ്പറേറ്റ് വെയിൽ നല്ലതാണ്. കമ്പനിയും ഓണറും തമ്മിൽ ഒരു ഗ്യാപ്പ്, അതായത് ഓണറുടെ പേഴ്സണൽ അസറ്റ്സ് ഒന്നും തന്നെ കമ്പനിയുമായിട്ട് ബന്ധമില്ല, ഇന്ന് ലയബിൾ ആയിരിക്കില്ല എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അത് നല്ലതാണ്. പക്ഷെ ഇത്തരം ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസോ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയോ നമ്മുടെ ഇന്ത്യയുടെ ലോസ് കാര്യങ്ങളൊന്നും ഇൻട്രസ്റ്റ് ഒന്നും പരിഗണിക്കാതെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എടുത്ത് കളയും. അതിനെയാണ് ലിഫ്റ്റിംഗ് ഓഫ് ദി കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുക. അപ്പോൾ ഷോർട്ട് എസ്സേക്ക് കോർപ്പറേറ്റ് വെയിൽ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഈ ലിഫ്റ്റിങ്ങിൻ്റെ ഈ പോയിന്റ്സും കൂടി നിങ്ങൾ പറയേണ്ടി വരും.
സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ ആണ് ബേസിക് ചാപ്റ്റർ, വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഒരൊറ്റൊരു വീഡിയോയിൽ തന്നെ ഒരു അരമണിക്കൂറിൻ്റെ വീഡിയോ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. താങ്ക് യു.